ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ തന്നെ പെട്ടെന്ന് മുന്നിൽ കണ്ടൊരു വീഡിയോ എടുക്കുന്നത്. നമ്മളിങ്ങനെ ഒരു ഷോർട്സിലെല്ലാം ഇറങ്ങിയത് കേട്ടോ. നമ്മുടെ ചമ്മാട്ടി ഇതാ നമ്മുടെ സ്ക്വിറലിന്റെ കേജ്, നമ്മുടെ പ്രിയോസ്റ്റ് സ്ക്വിറലിന്റെ കേജ് ക്ലീൻ ചെയ്യുന്നേ. ആ സമയത്ത് ഇവർ വന്നിട്ട് ഇവരെ മേലെ ഇരുന്നിട്ട് മുടി ഇങ്ങനെ എന്താ പറയാ കെട്ടിയ മുടി ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്നും കൂടി ചെയ്യുമോ നമുക്ക് നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ടേ. ഇതാ പരിപാടി നോക്കണേ. അത്യാവശ്യം നല്ല ഉഷാറായില്ലേ സ്ക്വിറൽ? നമ്മളെ പ്രിവോസ്റ്റിനെ കാണിച്ചിട്ട് കുറേ നാളായി തോന്നുന്നു അല്ലേ? അപ്പോൾ രണ്ടാളും നല്ല സെറ്റാണ് കേട്ടാ. അതാ മുടിന്റെ കെട്ടയക്കുന്ന എന്താ ചെയ്യുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് ചമ്മാട്ടി? എന്താ ഉണ്ടാ മുടിന്റെ ഉള്ളില്? കമ്മലെല്ലാം ഇടക്കിടക്ക് പഠിക്കാൻ അടിച്ചോണ്ട് പോകുന്ന പറഞ്ഞേ. ഫീമെയിൽ പുറത്തേക്ക് ഇറങ്ങിട്ടാ. ഫീമെയിലിന്റെ മുഖത്ത് എന്താന്ന് കുറെ ഇതായിട്ടാണെന്ന്. അത് നമ്മളിപ്പോൾ ബോക്സ് തുറന്നു കൊടുത്താണ്. അതിൻ്റെ അകത്ത് ചെലന്തി വല കെട്ടിയിട്ടുണ്ടാവും. നമ്മളത് ഇതുവരെ ഓപ്പൺ അല്ലായിരുന്നു, ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ മേലെ ചെലന്തി കെട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ആയതാ കാണുന്നത്. നല്ല സൈസില്ലേ? അതാ മെയിലിനാണ് കുറച്ചും കൂടി വികൃതി കൂടുതൽ. ഫീമെയിൽ കുറച്ചും കൂടി പാവാം. നമ്മുടെ മലയണ്ണാൻ്റെ ചെറിയൊരു ലുക്കില്ലേ ഇവര്? മലയണ്ണാനിൽ നമ്മളൊരു ഡ്രീമാണ്, പക്ഷെ നമുക്ക് വളർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അതാ അതാ ആദ്യം ഭയങ്കര അടി കൂടുതലുണ്ടായില്ലേ? ഇപ്പൊ രണ്ടാളും സെറ്റായി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും അടി കൂടുന്ന സമയത്ത് മാത്രം നമുക്ക് മാറ്റാം. ഓക്കെ, ഇങ്ങനുണ്ട് പൊളിയല്ലേ? എന്തെങ്കിലും ഇതുപോലെ ഒരു പൊത്ത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ അകത്ത് കയറി വേഗം അത് പിടിച്ച് അവർ സ്വന്താക്കൂട്ടാ. അതേപോലെ നമ്മൾ നട്ട്സെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ പൊത്തിലൊക്കെ കൊണ്ടുവച്ച് ഫുള്ള് കുറേ കാലത്തേക്ക്. ഈ സ്ക്വിറലിന്റെ ഒരു പ്രത്യേകത കേട്ടില്ലേ? സ്ക്വിറലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മളെ പൂർവികരൊക്കെ ഈ സ്ക്വിറലിന്റെ കേജ് പൊളിച്ചിട്ടാണ്, സ്ക്വിറലിന്റെ പൊത്ത് പൊളിച്ചിട്ടാണ് നട്ട്സ് എടുക്കുക. ഇവരെന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നല്ല രീതിയിൽ നട്ട്സ് എവിടെല്ലോ പോയി സഞ്ചരിച്ച് കളക്ട് ചെയ്തിട്ട് ഇവരെ പൊത്തിൽ മഴക്കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി അങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം സ്ക്വിറലിനുണ്ട്. അതാണ് നമ്മൾ കുറേ കാര്യത്തിൽ നമ്മൾ ഈ സ്ക്വിറലിനെ എന്താ പറയാ നമ്മള് മാതൃകയാക്കിയിട്ടുണ്ടെന്ന് പറയല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. നട്ട്സ് നന്നായിട്ട് ശേഖരിച്ചു വെക്കും എല്ലാം. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ കുറെ നട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൊത്തില്ലെങ്കിൽ ഇവരെന്താ ചെയ്യാന്നറിയോ? ഇതിന്റെ ഇടയ്ക്ക് മേലേലും വന്നിട്ട് ഈ നെറ്റിന്റെ മേലെ ഇതിന്റെ പുറത്തൊക്കെ എടുത്തു വെക്കും. നല്ല രസമാണ് കാണാൻ. അതേപോലെ ഇത് മണ്ണുണ്ടെങ്കിൽ കുഴി കുഴിച്ചിട്ട് മണ്ണിലേക്ക് മൂടിയിട്ട് പാക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് കുറെ 2-3 ദിവസം കഴിഞ്ഞിട്ട് അതിങ്ങനെ പോയിട്ട് തുറന്നിട്ട് എടുത്ത് തിന്നൊക്കെ കാണാം. എന്തായാലും ഞാൻ മുന്നേ സ്ക്വിറലിന്റെ വീഡിയോ ചെയ്തതിൽ അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കുറെ ആൾക്കാർ പണ്ടത്തെ വീഡിയോയിൽ മറന്നു വരുന്നുണ്ടാവില്ല, അവിടെ ഒന്നും കൂടി പറഞ്ഞു തന്നെ. അതുപോലെ നമ്മൾ സ്ക്വിറൽ നല്ല സെറ്റ് അല്ലേ? ചെമ്മട്ടിയാണ് സ്ക്വിറലി. പിന്നെ നമ്മുടെ എന്താ പറയാ കൊയ്പ്പു, ഇതിൻ്റെ എല്ലാ ആള് കേട്ടാ. അതാണ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് അല്ലേ? എന്ത് പറഞ്ഞ ഞാൻ വിളിച്ച് പെട്ടെന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്വിറലി ഈ പഹയനുണ്ടല്ലോ ഭയങ്കര സാധനമാണ്. ഈ ഫീമെയിൽ ഇതാ മേലെ കയറിയിട്ടുണ്ട്, വന്നിട്ടുണ്ടാ. ഇതാ ഇവളെന്ന് പറയുന്നത് എല്ലാരെയും ആക്രമിക്കും. ഇതിന്റെ കൂട്ടത്തിലുള്ളതിനൊക്കെ അടിച്ച് പണിച്ചിട്ടാണ് നമ്മൾ മാറ്റി വെച്ചത്. ഇപ്പൊ മെയിലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മെയിലിനെ നമ്മൾ മിക്കവാറും മാറ്റിയിടേണ്ടി വരും. ഒന്ന് നല്ലോണം ക്രൂരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റിയിടാന്ന് വിചാരിക്കുന്നു. അത് മിക്കവാറും നമ്മൾ അതിൻ്റെ അകത്ത് ബേബി പുറത്തിറങ്ങാറായി. അപ്പോൾ ചെറുങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അകത്തോട്ട് കയറി. ജസ്റ്റ് ഇപ്പോഴത്തെ വലുപ്പം ഒന്ന് കാണിച്ചു തരാം. അല്ല സാറേ ഒന്ന് അകത്തോട്ട് കയറിയേ കാണിച്ചു കൊടുത്തേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കാണട്ടെ. കണ്ടാ കടി കൂടുന്നുണ്ടാ പഹയാ? മെയിലെല്ലാം ആക്റ്റീവ് ആണേ. ഇതെപ്പോ വീഡിയോ എടുക്കുമ്പോ നമുക്ക് കറക്റ്റ് ചെയ്തു തരുന്നുണ്ട്. എന്ത് രസം നോക്കിയ. അല്ലെങ്കിൽ ഇതിന് തളർച്ച ഒന്നുമില്ല കേട്ടാ. അങ്ങനെ നമ്മള് സ്പിറലിന്റെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളേ. ഏടാ അപ്പുറത്തേല് കയറിയിട്ടുണ്ടാവല്ലേ? നീ നോക്കിയ കൂട് മാറി. ഇപ്പുറത്തെ ഇത്രയും നാൾ ഉണ്ടായതേ ഇല്ലേ? ഉണ്ട് അതാ പറഞ്ഞത്. ഓക്കെ, വലുതായി. അത്യാവശ്യം രോമെല്ലാം വന്ന് പുറത്തേക്ക് ചാടാനായി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇതിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നതാണ്. എന്റെ മോനെ എന്താ ആക്റ്റീവ് നോക്കിയ. രണ്ടാളും ഒന്നിക്കുന്ന വെച്ചം. അതാ എത്ര നേരം കറങ്ങും നോക്കാല. അത് ഞാൻ കാണിക്കുന്ന സമയത്ത് കറങ്ങാൻ തുടങ്ങിയതാ. ഇതുവരെ നിർത്തിയില്ല. നോക്കട്ടെ. അയ്യവ
ചുരലിന്റെ പ്രത്യേകത ഇതാണ്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ കുറേ സമയം ഇതിനെ നോക്കി ഇരിക്കാനുള്ള വകുപ്പ് ഇവർ ഉണ്ടാക്കി വെക്കും. ഉറക്കലും ഭയങ്കര കുറവാണ്. ബാക്കിയുള്ള ജീവികൾ അധികം നല്ലോണം ഭക്ഷണം മര്യാദയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുകയ്യ. ഇവർ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും എടുക്കും കേട്ടോ. അതാ പാല് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുന്നതാ, നല്ല നോക്കി. നമ്മൾ വന്നിട്ട് എടുത്തോണ്ട് പോയാന്ന് തോന്നുന്നു നോക്കിയത് കുഞ്ഞിനെ. ഇത് നമ്മൾക്ക് ആദ്യം കുട്ടി ഉണ്ടില്ല, അതിന്റെ പേരന്റ് അല്ല കേട്ടോ, ഇത് സെക്കൻഡ് പേരന്റ് ആണ്. ആദ്യത്തെ പേരന്റ് പാവാണ്, ഇവള് കുറച്ച് അഗ്രസീവാണ്. നിർത്തിയിട്ടാ അതെന്നെ പരിപാടി. അപ്പൊ നമ്മുടെ പ്രിവോസ്റ്റനിൽ കണ്ടില്ലേ, പ്രിവോസ്റ്റനിലെ രസമായിട്ടില്ലേ? അതേപോലെ ഇപ്പൊ നമ്മള് പിന്നെ നമ്മുടെ കടൽ നമ്മളെ മീനിന്റെ പേരെന്താണ്, അനാമസിനെ കിട്ടിയിട്ടുണ്ടായിന്. ഇതാ അതിൻ്റെ അകത്ത് ഇട്ടുകൊടുത്ത് ഇതാ കുറേ എണ്ണെല്ലാം ഇടുന്നുണ്ട് കേട്ടോ, കുറേ എണ്ണത്തിന് തിന്നി വരും. അതാ നമ്മുടെ പിന്നെ റെഡ് ഹെഡ് സ്ലൈഡർ കഴിച്ചതാണ് കേട്ടോ അനാമസിനെ. കുറേ ഉണ്ടായിന്, കുറേ എണ്ണം ഇട്ടുകൊടുത്ത് കുറച്ചെണ്ണം ബാക്കിയുണ്ട്, ഒരു 3-4 ബാക്കിയുണ്ട്. ഇങ്ങനെയുണ്ട്. അതേപോലെ നമ്മുടെ സൽക്കട്ട അത്യാവശ്യം നല്ല സൈസ് ഒന്നും കൂടി കയറിയിട്ടുണ്ട്. അതേപോലെ ഇവരുടെ കളർ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടാ, അത് കുറച്ചും കൂടി ഡാർക്കായി, ഇത് കുറച്ചും കൂടി നല്ല ലൈറ്റായി, നല്ല ലൈറ്റ് കളറായി. കാണിച്ചു തരാം, പാടാ കുടിക്കാൻ പറ്റുന്നില്ല ഒരു കൈയോട്. ഓക്കെ, നോക്കിയ കളർ ഉണ്ടാ, ഇവിടെ മസാജ് ചെയ്ത് നല്ല ഇഷ്ടം. നമുക്ക് കൊയ്പ്പിനും കൂടി കാണണ്ടേ, വാ. എന്ത് മഴ നോക്കിയാൽ, മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയെന്ന് കേട്ടാ. മുമ്പിലൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ടുള്ളത്. അതുപോലെ കാറ്റെല്ലാം അടിക്കുമ്പോൾ പിന്നെ സ്റ്റേഷന്റെ ഇവിടെ വന്നവർക്ക് മനസ്സിലാവും. പ്രാവ് കൂടിയിട്ട് നിൽക്കുന്നുണ്ടാ, അതിനകത്ത് പ്രാവിന്റെ കുഞ്ഞും മുട്ടയൊക്കെ ഇടാറുണ്ട്. ആ ഒരു ചെറിയ ഗ്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടച്ചിട്ടൊന്നുമില്ല, അവിടെ നിന്ന് അങ്ങനെ തന്നെ ബ്രീഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ നമ്മൾ മറ്റേ ഫുഡിന്റെ ഏരിയയിലും പ്രാവ് വരുന്നത് നമ്മൾ തടഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഫുൾ ആക്സസ് ഇല്ല, ആ ഭാഗത്തെല്ലാം നിന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടതാ. അതേപോലെ നല്ല മഴയെല്ലാം പെയ്ത് നല്ല സെറ്റായില്ല, നമ്മളെ മരങ്ങളൊക്കെ അടിപൊളിയായില്ലേ. അങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള കാഴ്ച. നമ്മളെ ആന, നമ്മളെ രാമരാജാവ് ഇതാ മഴയത്ത് നനഞ്ഞ് കുളിക്കുന്നുണ്ട്. അതേപോലെ ആൾക്കാർക്കൊക്കെ കയറി കാണുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. അതുപോലെ നമ്മൾ എല്ലായിടത്തും ഹീറ്റ് പാഡ് സെറ്റ് ചെയ്തതുകൊണ്ട് പിന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് ഇതുവരെ നിർത്തിയില്ല കേട്ടോ കറക്കം. കറക്കലോട് കറക്കം തന്നെ. മെയിലിൽ നമ്മൾ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാറ്റിയിടാം. അതാ ചമ്മാട്ടി ഭയങ്കര പിന്നെ ഈ ആനിമൽസിനോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എല്ലാവർക്കും ഇല്ലയെന്നല്ല, ചമ്മാട്ടിക്ക് കുറച്ചും കൂടി കൂടുതലാണ്. ഇത് നമ്മുടെ കൊയ്പ്പ് സെല്ല്, ഇതാ കൊയ്പ്പ് ബേബീസ്. ഇതെന്താ എല്ലാം അത്യാവശ്യം വലുപ്പമായേ. അതുപോലെ നമ്മുടെ ഫീമെയിൽ ഒന്നും കൂടി പ്രഗ്നന്റ് ആണ്, അത്യാവശ്യം വയറൊക്കെ വന്ന് തുടങ്ങി കേട്ടാ. കേട്ടാ മനസ്സിലാകുന്നുണ്ടാ? ഇതാ കേട്ടാ, അവളെ ഒന്നും കൂടി ഉഷാറായി. കുറച്ച് ദിവസം മുന്നേ ഭയങ്കര ക്ഷീണമായിട്ടുണ്ടായിന്, ഇപ്പം നല്ല ഉഷാറായി. അതുപോലെ കുട്ടികളെല്ലാം വലുതായി. എടാ ഒരു കുട്ടിയുടെ വിളിക്കട്ട് വരും. അതാ ഓടി വരുന്ന, വിളിച്ചപ്പോ വരും. അതിന്റെ മേലേക്കല്ലേ ഫുഡ് വെക്കുന്നത്, കറക്റ്റ് അവിടെ പോയി നോക്കുന്ന. അവിടെ ഇല്ലാത്തതിന് തിരിച്ചിങ്ങോട്ടേക്ക് വരും. വാ ഇങ്ങോട്ട് വാ. അതാ ഇറങ്ങി വരുന്നതാ. നല്ല ബുദ്ധിയാണ്. നമ്മള് പിന്നെ എന്താ പറയാ, നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഇവരെല്ലാം പിന്നെ കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന ആ ഒരു ബുദ്ധി, പൊളി. അതുപോലെ നമ്മളെ വെള്ളം ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്യണം. എന്നാലേ ഇത് നമ്മൾ ഈ വൃത്തിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഇവർ ഈ ഭക്ഷണം കഴിക്കുക അപ്പിയിടുക, ഇത് തന്നെ ഇവരുടെ മെയിൻ പരിപാടി. ചേച്ചി കുറച്ച് ഫുഡ് ഒന്ന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഇതെടുത്തേ, നമ്മളെ കസ് എടുത്തോ. കസ് എല്ലാവരും നിൽക്കുന്നുണ്ടാ. വാടാ മക്കളെ, വാ എല്ലാവരും എണീറ്റിക്കുന്നുണ്ടാ, നിൽക്കുന്നുണ്ടാ. എല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാവരും കയ്യിലെടുത്തിട്ട് നമുക്കൊരു വീഡിയോ എടുക്കണം. മൂത്രയിച്ച് പഹയാ. ഇത് നമ്മളെ വീഡിയോയില് നിസറിന്റെ മേത്തേക്ക് തെറിപ്പിക്കരുത്. ഇത് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചപ്പോ പിന്നെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, പ്രതിഷേധം അറിയിച്ചതാന്നു. അങ്ങനെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി മാത്രം ഇങ്ങക്ക് എന്താ പ്രശ്നമുള്ളത്? എന്താടാ
എന്താ രസല്ലേ. ഓ, എനിക്കില്ലേ ഈ മുള്ളമ്പന്നിനെ ഭയങ്കര ഇഷ്ടമാണ്. മുള്ളമ്പന്നിനെ പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ തോന്നില്ല, പിന്നെ നമുക്ക് വളർത്താൻ പറ്റൂല. മുള്ളമ്പന്നിന്റെ ഫ്രണ്ട് ഭാഗം ഏകദേശം കാണാൻ ഇതേപോലെ അല്ലേ അല്ലേ? നമ്മുടെ ഓൺ കുട്ടികൾ സത്യം പറഞ്ഞാൽ കൊടുക്കാൻ മനസ്സില്ല. എന്തായാലും ഇപ്പൊ അടുത്ത പ്രസവിച്ചതിന് ശേഷം രണ്ടാളെ കൊടുക്കാം അല്ലേ, അതാ നല്ലത്. പോണോ? ഓക്കെ. അപ്പൊ ഇത് കാര്യമായിട്ട് വിളിച്ചിട്ട് നമ്മൾ ട്രീറ്റ് കൊടുക്കാണ്ടെന്ന് കഴിഞ്ഞാല് മോശമല്ലേ. നമുക്ക് ഏതായാലും കൊടുത്തിട്ട് തന്നെ പോവാം. ഏഹ് പല്ലണ്ട. ആ അതും കമന്റ് ഉണ്ട്. ഇവനിക്ക് മറ്റേ പല്ല് വെച്ച് കൊടുക്കുന്ന എന്തെങ്കിലും മറ്റേ ബ്രഷ് വെച്ച് പല്ല് വെച്ച് കൊടുക്കണോ? പല്ലിനെല്ലാം നമ്മളെ ആഫ്റ്റർ ആൻഡ് ബിഫോർ പിന്നെ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ കാണിക്കണം. ഇതാ പല്ല് തേക്കുന്നതിന് മുന്നേ ശേഷം ക്ലോസപ്പിന്റെ പരസ്യം ആക്കുക. എന്താടാ 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 എന്താണ് അടിച്ചെങ്കിൽ കൈ പൊട്ടു അമ്മാതിരി പല്ലാന്ന്. ഒറ്റ സ്ട്രക്ചർ വീഡിയോ ആണെന്നല്ലേ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിനെ കട്ടാക്കാണ്ട വീഡിയോ അങ്ങനെ തന്നെ കൊണ്ടുപോകാല. ഈ വീഡിയോ കംപ്ലീറ്റ് കട്ടാക്കാണ്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകാനെ. ഒറ്റ സ്ട്രക്ചർ അത് വിചാരിച്ചിട്ട് എടുത്തൊന്നല്ല കേട്ടാ. ഞാൻ ജിമ്മിൽ പോയി വന്നിട്ട് നേരെ ഇത് ചമ്മാട്ടി വൃത്തിയാക്കുന്നുണ്ട് എടുത്ത വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റ സ്ട്രക്ചറിൽ നേരെ നമ്മൾ കട്ടിങ് മറ്റേ പരിപാടി ഒന്നും ഇല്ല. നമുക്ക് നോക്കാം എന്താന്ന്. വാടാ 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 വാ. വാ എല്ലാരും വാ മക്കളെ, വാ മക്കളെ, വാ മക്കളെ. പയമറ അടി കൂടും. എന്തെങ്കിലും മണ്ടത്തരെല്ലാം പറഞ്ഞ വീഡിയോയില് ടീച്ചറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കേട്ടോ. ഇതാണ് നമ്മളെ റിയൽ ഇത്. നമ്മളൊന്ന് കട്ടാക്കാണ്ട് നേരെ ഇട്ടതാണ്. അവിടെ അടി കൂടല്ലടാ. അതാ അടി കൂടുന്നതിനാ നേരെ ഇട്ടെന്നെ. എന്നാ നിന്ന പല്ലണ്ടാ കൊന്ത്രം പല്ല്. ആ അപ്പൊ അവറ് നിന്ന ഇവര് ഒരു ദിവസം അത്രയും ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ വെള്ളത്തിലും കരയിലും ഹൈഡിങ് സ്പേസും കൊടുത്തിന്. അതെല്ലാം നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണം. എടാ നല്ല മോനെ. എന്നാ പിന്നെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കഴിക്കി. ഓക്കെ, കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്കൊന്ന് UAE പോകാനുണ്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാം ഭക്ഷണം വാങ്ങിക്കാനുണ്ട്. എല്ലാത്തിൻ്റെയും ഇപ്പോൾ മങ്കിൻ്റെ ഫുഡ് കഴിഞ്ഞ് പിന്നെ കുറേ ആളുടെ ഫുഡ് ഏകദേശം കഴിഞ്ഞ്. അപ്പോൾ എല്ലാം പോയിട്ട് നമ്മളെ വലിയ പർച്ചേസ് നടത്തിയിട്ട് വരാനുണ്ട്. അടുത്ത ആഴ്ച ഒരു 5 ദിവസത്തേക്ക് UAE പോയിട്ട് വരാം അല്ലേ. പിന്നെ അപ്പോൾ അതിന് മുന്നേയുള്ള വീഡിയോ ആയിക്കോട്ടെ ഇത്. എന്നിട്ട് പോയതും വന്നും അറിയില്ല. ഇപ്പോൾ ദുബൈയിലെ വീഡിയോ ഒന്നും എല്ലാവരും വേണ്ടാന്നല്ല കമൻറ്റ് ചെയ്യണ്ട. അതുകൊണ്ട് ദുബൈയിലെ വീഡിയോ ഒന്നും നമ്മൾ ഇടുന്നില്ല. കമൻറ്റ് കാണുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പരിപാടി മൊത്തം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് നമ്മളെ സ്വാനിന് കൊടുത്തിട്ട് പോവാം. ചമ്മട്ടേച്ചി പാത്രം വെച്ചിട്ടുണ്ട്, എടുത്തേ. ആരും ഒന്നും വിചാരിക്കല്ല കേട്ടോ, ട്രൗസറിലായി പോയാണ്. എന്താടാ വാ. അതിൻ്റെ അകത്ത് ജൈൻ ഗൗരാമിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ജൈൻ ഗൗരാമിയെല്ലാം ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ കഴിക്കും. അതെങ്ങനെ ഇവർക്ക് നല്ലോണം ഫുഡ് എങ്ങനെ കിട്ടാന്നറിയോ? ഈ പിന്നെ നമ്മൾ സ്വാനിയുടെ ഫുഡ് വെച്ച് കൊടുക്കൂലേ, സ്വാനിന് ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ അവരിങ്ങനെ എടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് താഴത്ത് പോകും. അത് അവർക്കെല്ലാം ഫുഡായിട്ട് കിട്ടും. അതേപോലെ ഇപ്പം നമ്മൾ പിന്നെ അരണ്യത്തിൻ്റെ പോണ്ടിൽ ഫിൽറ്റർ വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് അധികം നമ്മൾ വൃത്തിയാക്കേണ്ടതൊന്നും വരുന്നില്ല. നല്ലോണം വൃത്തിയേടാവും മാത്രമേ നമ്മൾ മാറ്റേണ്ടി വരുന്നില്ല. അതുകൊണ്ട് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ മീൻ അതേപോലെ ഫുഡ് കിട്ടും. അതൊരു പ്രോപ്പർ ചാനലിലെ അത് ഹാർട്ടായിട്ടാ. അയ്യോ പോയി. കറക്റ്റ് നല്ല ഹാർട്ടായിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കിട്ടിയില്ല. നോക്കിയാ ചിലപ്പാവും. ഒരിതും കൂടി എറിഞ്ഞു കൊടുക്കാം, നോക്കാം, ചിലപ്പം കിട്ടും. വരട്ടെ ഭയങ്കര രസമാണ് ആയാൽ. ഒന്നും കൂടെ നിസറിന്റെ വളരെ കഠിനമായ പരിശ്രമം നടന്നിട്ടില്ലല്ലേ. വറുത്തറിയാനൊരു രസമാണ്. എന്നാലും വെള്ളയും കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അല്ലേ.
വെള്ളം പോയത് നമുക്ക് ഭയങ്കര അടിയായി പോയി കിട്ടോ. ഇല്ലടാ, അല്ലെങ്കിൽ ശ്രമിച്ചാൽ കിട്ടൂല. അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ നല്ല രീതിയിൽ രണ്ടാൾ നിൽക്കുന്നുണ്ടോ, കാണാൻ തന്നെ ഒരു രസം. അതേപോലെ പിന്നെ വീഡിയോ എത്ര മിനിറ്റായി? 15. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി പോവാ അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ സഫാൻ പോയി ഇരിക്കുന്ന സ്ഥലം കണ്ടാ? ഇതുണ്ട് മഴയായിട്ട്. ഇന്നലെ പോയിനി ഇടക്കിടക്ക് ലീവാക്കലുണ്ടല്ലേ സഫാന്. പിന്നെ ഇവിടെ നമ്മൾ ഇതിന്റെ മേലിന്ന് മഴ ഇത് വരും, അപ്പൊ അതുകൊണ്ട് അതിന്റെ അകത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നല്ലേ. നോക്കിട്ട് പറഞ്ഞു കൊടുക്കലുണ്ടാ? ഓക്കെ. അപ്പൊ സഫാനെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നെ കാണിക്കുന്നത്. ഒരായി പറ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും സുഖം തന്നെ വെച്ചേ. അല്ല പിന്നെ അവർക്കൊക്കെ ഫ്രണ്ടാന്ന് പറഞ്ഞല്ലേ? നീ ഫ്രണ്ട് ഒന്നല്ലേ? അല്ല പിന്നെ ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ ഈ ഫിൽറ്റർ വെച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിന് ഭയങ്കര ക്ലാരിറ്റി വന്നിട്ടാ. ശ്രദ്ധിച്ചാ ഒരു പൊടി പോലും ഉണ്ടാവില്ല, അത്രയും നല്ല. ഇത് ഇത്രയും അധികം മീനുകൾ ഉണ്ടായിട്ടും നമ്മളെ വെള്ളത്തിന്റെ ക്ലാരിറ്റി ഉണ്ടാ, നല്ല ഗ്ലാസ് പോലെ, ഒരു പ്രശ്നം ഉണ്ടല്ലോ. അത്രയും നീറ്റായിട്ടുള്ള വെള്ളം. നിങ്ങൾ ഈ കോയിഫിഷിന്റെ കളറും കാര്യങ്ങളെല്ലാം കറക്റ്റ് കാണുന്നതും ഈ ഒരു വെള്ളത്തിന്റെ ക്ലാരിറ്റി ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഇത് കാണുമെന്ന് വിചാരിക്കും നമ്മൾ ഡെയിലി വെള്ളം ക്ലീൻ ചെയ്യും. നമ്മളിപ്പോൾ ഈ വെള്ളം ക്ലീൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു എത്ര, നമ്മളന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ റീലിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര ആയിട്ടുണ്ടാവും? ഒരു 2 മാസമായിട്ടുണ്ടാവില്ലേ? 2-3 മാസമായിട്ടുണ്ടാവും അല്ലേ? 3 മാസത്തിന്റെ മേലായിട്ടുണ്ടാവും. അത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ഫുള്ള് ആൽഗ വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴാണ് വരുന്നത് ആ രീതിയിലാവുമ്പോൾ മാത്രം നമ്മൾ അതൊന്ന് പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താ പറയുക, അത് പോകാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നത്. ബാക്കി അല്ലെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കിയില്ല. എന്നാൽ അത്രയും നല്ല ഫിൽട്ടർ സിസ്റ്റം നമ്മൾ ചെയ്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അല്ലെങ്കിൽ മുന്നത്തെ വീഡിയോയിലും കണ്ടു ആ ഫിൽറ്ററിന്റെ പിന്നെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഏതാ ഫിൽറ്റർ യൂസ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ പറയണോ? ഡീറ്റെയിൽ പറയാമെന്ന് ഇപ്പോൾ ഫിൽറ്ററിൻ്റെ ആൾക്കാർ ഇഷ്ടം പോലെ. ഇപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നതിലും ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്നും ആയിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് കാണാന്നുള്ള രീതിയിൽ, ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയില്ല. ഇപ്പോൾ ഇതേപോലെ നോളജുള്ള വീഡിയോസ് ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ നോക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് അത്തരം കാര്യത്തിന്. എടാ മുത്തേ, പിന്നെ അവിടെ കുറച്ച് ഫീഡ് കൊണ്ട് കോയിഫിഷ്യന്റ് ഫീഡ് കൊണ്ട് ഒന്ന് എടുത്തിട്ടോ. ഓക്കെ, അവിടെ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട്, അവിടെ കൗണ്ടറിൽ. അപ്പൊ നമുക്ക് ഫീഡ് വരുന്നവരെ ഏതായാലും കട്ടാക്കാണ്ട് വിചാരിച്ചല്ലേ വീഡിയോ, അത് കട്ടാക്കാണ്ട് തന്നെ പോവാ. അപ്പൊ നമ്മളെ പീജൻസിന് ആ ഗ്യാപ്പിൽ ഒന്ന് പീജൻസിനെ കാണിച്ചേ. നമ്മളെ ഫ്രിൽ ബാക്ക് ഒക്കെ ബ്രീഡായിട്ട് തുടങ്ങിയതാ. ഒന്ന് സൂമിട്ടിടാ. എന്താ അവിടെ ഇവിടെ എല്ലാം കുട്ടികളും അമ്മയെല്ലായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടാ. ഫ്രില്ലും ആൾക്കാർക്ക് കാണുന്നവർക്ക് ഭയങ്കര കൗതുകമുള്ളൊരു സാധനം കേട്ടോ. സാധാരണ പ്രാവിനുമായിട്ട് വല്ല ബന്ധമില്ലാത്ത ആൾക്കാരുടെ ഫ്രില്ലിനെ കാണുമ്പോൾ ഇപ്പോഴും അത്ഭുതപ്പെടുന്ന കാണാറുണ്ട്. അതിൽ കുറെ മുന്നേ ഉള്ള ബ്രീഡ് തന്നെയാണ്, എന്നാലും അതൊരു കൗതുകമാണ് എപ്പോഴും. അതുപോലെ ഹംഗേറിയൻ ജെയിന്റ് ഹൗസ് മുന്നേ നമ്മുടെ അടുത്തൊരു PMV വന്നിട്ട് കുറച്ച് ബേർഡ് ചത്തുവിന്. അതിന് മുന്നേ നമ്മുടെ അടുത്തൊരു ഹംഗേറിയൻ ജെയിന്റ് ഹൗസ് ഉണ്ടായിന്. ഒരു രക്ഷയില്ലാത്ത, നമ്മളെ പ്രാവിൻ്റെ മേഖലയിലാക്കലും അറിയണ്ടോ, നല്ല നമ്മളെ ഇക്ബാൽ ഖാൻ്റെ ബേർഡാണ്. ഇക്ബാൽ ഖാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തൃശ്ശൂരെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പ്രാവ് ബ്രീഡറാണ്. മരിച്ചുപോയി പെട്ടെന്ന് അറ്റാക്കായിട്ട്. മൂപ്പരുടെ ബേർഡായിരുന്നു. എൻ്റെ അടുത്ത് കുറേ കാലം ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ബ്രീഡിങ് ചെയ്ത് കുറേ ആക്കിയിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്സിനെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആ ബ്രീഡ് എന്ന് പറഞ്ഞാൽ ജെയിന്റ് ഹൗസ്. ഓക്കെ, നമ്മുടെ പിന്നെ റീജൻ മേഖലയിൽ ഉള്ള എല്ലാവർക്കും അത്രയും സുപരിചിതനാണ്, നമ്മുടെ കയ്യിൽ ഗുരുവാണ്, അങ്ങനെ പറയാം. അവിടെ ഫീഡ് എടുക്കാൻ പോയിട്ട് കാണാത്ത വീഡിയോ ലാഗാകുന്നില്ലല്ലോ. ഒറ്റ സ്ട്രക്ചറിൽ എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നാ വന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. സാധാരണ ഇങ്ങനെ കയ്യിൽ കൊടുക്കുന്നതിന് പകരമോ 2 കൈയും ഒരുമിച്ച് മുക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, സാധാരണ നമ്മൾ സിംഗിൾ കയ്യിലല്ലേ കൊടുക്കുന്നത്. വാടാ മക്കളെ. കുളിച്ച് ഇതൊരു വികാരന്നിട്ടാ. ഇങ്ങോട്ട് കൊടുക്കല്ലേ? ഇത് ഞാൻ ഫുള്ള് നനഞ്ഞിട്ടാ.
ഇത് ചെയ്താലും മതിയാവില്ല. ഇത് ഇവിടെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. അതുപോലെ എന്തെങ്കിലും നല്ല ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതിന്റെ മുന്നിൽ നിന്നിട്ട് ഒരു 10 മിനിറ്റ് നിന്നാൽ മതി, എല്ലാ പ്രശ്നവും തീരും. അത്രയും ഭയങ്കര റിലാക്സേഷനാണ് ഈ സംഭവം. എക്സ്പീരിയൻസ് ഇങ്ങനെ കൊടുക്കതാ. പല ടൈപ്പ് ഫീഡിങ് ആയിക്കോട്ടെ. ഇതെല്ലാം ആൾക്കാർ കുറവല്ല, അതുകൊണ്ട് നല്ലോണം ഫീഡ് ചെയ്യാം. ഇപ്പൊ മഴ ആയതുകൊണ്ട് ആൾക്കാർ കുറവല്ലേ, എല്ലാവരും ഫീഡ് എടുക്കുന്നൊക്കെ. അപ്പോൾ ഇതേപോലെ മീനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അവിടെ വരുന്നവർക്ക് അതെല്ലാം യൂസ് ചെയ്യാം. അതുപോലെ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കമൻറ്റിനെല്ലാം ഏകദേശം മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, ഓർമ്മയുള്ളതിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക്, പിന്നെ മൗഗ്ലിനെ കാണിക്കാൻ. ഇപ്പോൾ മൗഗ്ലിനെ കാണിക്കണമെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് അങ്ങ് കയറി. ഇപ്പോൾ എത്ര മിനിറ്റായി? 21 മിനിറ്റ് ആയില്ലേ. അപ്പോൾ ഏകദേശം നമുക്ക് മതിയാക്കാം, അല്ലെങ്കിൽ ബോറടിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ മൗഗ്ലി, ടാർസൻ, ടാർസി എല്ലാവരെയും കാണിക്കാം. അതുപോലെ അവർ പിന്നെ പൊത്തിൻ്റെ അകത്ത് ഹൈഡ് ചെയ്ത് നിൽക്കുന്ന നല്ല രസമാണ്. വിളിക്കുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ടാർസനി, പിന്നെ മൗഗ്ലി, അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ആ ഭാഗത്തുള്ള ജീവികളെല്ലാം കാണിച്ചു തരാം. ഇതേപോലെ ഇങ്ങനെ ഒറ്റ വീഡിയോയിലായിട്ട് പോയാലോ? ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, മിസറാന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. അപ്പോൾ ക്യാമറാമാൻ മിസറിനോടൊപ്പം ജാബിർ ആർക്കും എൻ്റെ പേര് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പേര് പറയുന്നട്ടാ. എന്നാൽ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പെറ്റ് സ്റ്റേഷൻ അല്ലേ എന്നാ പറയാം. അപ്പോൾ പെറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ എൻ്റെ പേരും കൂടി മനസ്സിലാക്കും, ജാബിർ എന്ന് എൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. സഫാനെ ഒരു ബായ് പറഞ്ഞേ, ബായ് പറഞ്ഞേ. അയ്യോ അല്ല പിന്നെ. ഓക്കെ.